ഉപതെരഞ്ഞെടുപ്പിൽ ബാപ്പുട്ടിക്ക് കൈവിടാതെ നിലമ്പൂരിന്റെ മണ്ണ്. അൻവറിനോട് തോറ്റ ആര്യാടൻ ഷൗക്കത്ത് അതേ സീറ്റിൽ നിന്നും നിയമസഭയിലേക്ക്. 11,005 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂർക്കാർ സ്നേഹത്തോടെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ സ്വരാജിനേക്കാൾ മികച്ചൊരു തുറുപ്പുചീട്ട് LDFനില്ല. ശക്തരായ മത്സരാർത്ഥിയായിട്ടും സ്വരാജിന് കാര്യമായി മുൻതൂക്കം കിട്ടിയിരുന്നില്ല. വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ കാര്യമായ മുൻകൈ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരുന്നു. സ്വരാജിന് 2 റൗണ്ടിൽ മാത്രം ലീഡ് ചെയ്തെങ്കിലും ബാക്കി എല്ലാ റൗണ്ടിലും ഷൗക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ. പോത്തുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണിയപ്പോൾ ചില ബൂത്തുകളിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി സ്വരാജിന് നേരിയ മുൻതൂക്കം നേടാൻ സാധിച്ചത്. 9 വർഷക്കാലം LDFനൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിനും UDFനും വേണ്ടി തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടെ മറുപടിയായിരിക്കുകയാണ്. 34 വർഷം പിതാവ് ആര്യാടൻ മുഹമ്മദിനെ MLA ആക്കിയ നിലമ്പൂരുകാർ അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 2016 PV അൻവറിനോട് നിലമ്പൂരിൽ പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അൻവർ ഒഴിഞ്ഞ അതേ സീറ്റിലേക്ക് മത്സരിച്ച് കന്നി അംഗത്തിനായി നിയമസഭയിലേക്ക് എത്തുകയാണ്. സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ആര്യാടൻ ഷൗക്കത്ത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത് 14-ാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2005 ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും 4-ാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസം യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് കാര്യമായി അറിയപ്പെടാൻ തുടങ്ങിയത്. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സിനിമാ രംഗത്തും ആര്യാടൻ ഷൗക്കത്ത് തിളങ്ങിയിട്ടുണ്ട്. പാഠം 1 ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കിപ്പുറം എന്നീ 3 സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിജയത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരളത്തിലെ ജനരോഷമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. മറുഭാഗത്ത് രാഷ്ട്രീയം എന്താകും എന്നതിൽ ആശങ്കയില്ല. പൊതുപ്രവർത്തനം തുടരും, ആരുമായും ചർച്ച നടത്തുമെന്നും പിണറായിസമാണ് നാടിന്റെ പ്രശ്നം, അതിനെതിരെ എന്തു വിട്ടുവീഴ്ച ചെയ്യുമെന്നും മുൻ MLA PV അൻവർ കൂട്ടിച്ചേർത്തു.